നീയേ തമിഴില് മലയാളത്തില നീ തെറി കേട്ടിട്ടില്ലല്ലോ. ഞാൻ ഇവിടെ എന്റെ സൈഡിൽ നിൽക്കണം. നീ ഇങ്ങ വാടാ, നിന്റെ പൈസ തന്നിട്ട് വേണം 3-4 വർത്താനം പറയാൻ. നാളെ വരാം. എടാ ഈ ഗതിയില്ലാത്ത എന്നോട് ഇത്രയും പൈസ മേടിച്ച് നീയൊക്കെ തിന്നാലേ നീയും ഭാര്യയും മക്കളും ഒക്കെ തിന്ന ചോറ് തൂറിച്ചാകൂടാ. നീ വായിങ്ങള് നാളെ വരാം, നേരിട്ട് വരാനാ. ഈ പൈസ നീ മേടിച്ചോണ്ട് പോയിക്കോ. നീ നാളെ നീ വായിങ്ങട്. അത് നമ്മളെ ഇന്നലെ ചെന്നില്ലേ, അവിടെ ചെന്നിട്ട് നമ്മൾ ചീത്ത പറഞ്ഞില്ലേ, പേടിച്ചു. കാശ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് നാളെ തരാന്ന് പറഞ്ഞു. ഇപ്പോഴേ ഒരു ആശ്വാസമായി, അവൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതേ നീ വന്നേ ബാങ്കിൽ പോയി ഞാൻ ആ പൈസ എടുത്തോണ്ട് വരട്ടെ. അല്ലെ വേറെ വല്ല ലോൺ അടക്കാനുള്ള ഇതിൽ പിടിച്ചു പോയാലേ. അതെ, ഇത്തവണത്തെ ക്യാമ്പിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ലടോ. ഞാൻ സാബുവിനോട് പറഞ്ഞിട്ടുണ്ട്. വൈഫിൻ്റെ അനിയത്തിൻ്റെ കല്യാണമാണ് ആ ദിവസം. പഴയ ക്യാമ്പൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ, നമ്മുടെ ഗസ്റ്റ് ഹൗസ്. ഞാൻ വിളിക്കാം കസ്റ്റമറിന്, ഞാൻ വിളിക്കാം. പറയൂ സാറേ, എനിക്ക് ഈ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പൊ ഇന്നൊരു 1 ലക്ഷം രൂപ അതിൽ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ വിഡ്രോ ചെയ്യാൻ വേണ്ടി ചെക്ക് എഴുതി കൊടുത്ത് എനിക്ക് ടോക്കനും തന്നു. പക്ഷെ ക്യാഷിൽ ചെന്നപ്പോ പറയണ അത് വിഡ്രോ ചെയ്യാൻ പറ്റില്ല, എന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തേക്കാണെന്ന് പറഞ്ഞു. അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞ്. അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പൈസ എടുക്കാൻ പറ്റില്ലല്ലോ. അയ്യോ അങ്ങനെ പറയല്ലേ സാർ, എനിക്ക് അത്യാവശ്യമുള്ളൊരു പൈസയാണത്. അല്ല, അങ്ങനെ പറയില്ലെന്ന് പറഞ്ഞാല് നിങ്ങളെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ പല കാരണങ്ങളുണ്ട്, അതറിയോ? ഇല്ല. നിങ്ങൾക്ക് വല്ല തീവ്രവാദി സംഘടനയായിട്ട് വല്ല ബന്ധമുണ്ടോ? എനിക്കാ? എന്റെ പൊന്ന് സാറേ, ഞാൻ വീട്ടിൽ നിന്ന് കൂടി പുറത്തിറങ്ങാത്ത ഒരാളാണ്. എനിക്ക് ഒരു ബന്ധമില്ല ആരായിട്ട്. അല്ല, നിങ്ങൾക്ക് ബന്ധം വേണമെന്നില്ല. നിങ്ങളായിട്ട് ട്രാൻസാക്ഷൻ നടത്തുന്ന ആൾക്കാർക്ക് ബന്ധം ഉണ്ടായാലും മതി. എന്ത് ട്രാൻസാക്ഷൻ? നിങ്ങളിപ്പോ ഒരുപാട് ട്രാൻസാക്ഷൻ ഗൂഗിൾ പേ ചെയ്യാറില്ലേ? നിങ്ങള് ഫോൺ പേ ചെയ്യാറില്ലേ? ചെറിയ ചെറിയ ആവശ്യങ്ങൾ മതി. നിങ്ങളിപ്പോ ഗൂഗിൾ പേ ചെയ്യുന്ന ഏതെങ്കിലും ഒരാൾക്ക് തീവ്രവാദി സംഘടനയായിട്ട് ബന്ധമുണ്ടെങ്കിലും നിങ്ങൾ പെട്ട്. പിന്നെ അതല്ലെങ്കിൽ നിങ്ങളെ പേരിൽ ആരെങ്കിലും കേസ് കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലും? എന്റെ പേരിൽ ആര് കേസ് കൊടുക്കാനാണ്? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അല്ലാന്ന്, ഇതെന്റെ വൈഫിന്റെ ആങ്ങളെ അളിയൻ ഇന്നിട്ട് തന്ന പൈസയാണ്. എനിക്ക് അണ്ണാച്ചിക്ക് കൊടുക്കാനുള്ള. ചൊവ്വാഴ്ചക്കാരൻ അണ്ണാച്ചിനെ സാർ അറിയൂലേ, സുഗതൻ. അയാൾ വന്ന് വീട്ടിൽ ബഹളം ഉണ്ടാക്കിയിട്ട് ഞാൻ കടം മേടിച്ച പൈസയാണ് സാറേ. അതെ, നിങ്ങളെ കഷ്ടപ്പാടൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഫ്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായി നിങ്ങൾക്ക്? മരവിപ്പിക്കുകയാണ്. മരവിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് എടുത്തു കൊണ്ടുപോകാനൊന്നും പറ്റൂല. അതാണ് നിയമം. അല്ല സാർ, ഇപ്പൊ ഈ പൈസ എടുക്കാൻ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അതെ, ഇനിയിപ്പോ പോലീസിന്റെ അന്വേഷണത്തിൽ നിങ്ങൾ കുറ്റക്കാരനല്ലാന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അൺഫ്രീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാം. അതിപ്പോ ഇന്ന് 5 മണിക്ക് മുമ്പ് തെളിയിക്കാൻ പറ്റുമോ? 5 മണിക്ക് മുമ്പോ? നാളെ കൊടുക്കണ്ടേ സമയത്തിന്? അതെ സാർ, എനിക്ക് പൈസ ആയിട്ട് തരണ്ട, അണ്ണാച്ചിയുടെ അക്കൗണ്ട് തരാം. അപ്പൊ അതിലോട്ട് അയക്കാലാണ്ട് അത് ഫ്രീസ് ചെയ്തോ. ഇവിടെ അങ്ങോട്ട് അയച്ചു കൊടുക്കാനോ? നിങ്ങൾ ഏത് നാട്ടിലാണ് ജീവിക്കണം? നിങ്ങൾ ഇത് ബാങ്കാണിത്. സ്കൂളിലെ കുട്ടികളിൽ കളിക്കുന്ന കളിയല്ലല്ലോ. ഒരു ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ, എത്ര ഉത്തരവാദിത്തത്തിലാണ് ഞാനൊക്കെ ഇവിടെ ഇരിക്കണം എന്നറിയാം നിങ്ങൾക്ക്.